കഴിഞ്ഞ 2 വർഷം കൊണ്ട് മാത്രം വില്ലേജ് വുഡ് ചാനൽ നേടിയ വ്യൂസ് ഏകദേശം 600 മില്യണിലധികം വരും. അതും ഓരോ വീഡിയോസിന്റെ ആവറേജ് 2.5 മില്യൺ ഉണ്ട്. ഈ വീഡിയോ ഒന്ന് നോക്കുക, എങ്ങനെ കുച്ചേഴ്സ് ഉണ്ടാക്കാം. ഈ വീഡിയോയ്ക്ക് കിട്ടിയ വ്യൂസ് 80 മില്യൺ ആണ്. അതായത് നമ്മുടെ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ ഈ വീഡിയോ കണ്ടാലും 80 മില്യൺ എന്ന നമ്പർ എത്തില്ല. പിന്നെ എങ്ങനെ ഒരു മലയാളം ചാനലിന് ഇത്രയധികം വ്യൂസുകൾ നേടാൻ കഴിഞ്ഞു? നിങ്ങളിപ്പോൾ ഇതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടോ എന്ന് ചോദിക്കാം. ഓഫ് കോഴ്സ്, കേരളത്തിലെ എല്ലാ കുക്കിംഗ് ചാനലിന്റെ കഴിഞ്ഞ 2 വർഷത്തെ വ്യൂസ് എടുത്ത് കൂട്ടിയാലും 600 മില്യൺ എന്ന നമ്പർ എത്തുമോ എന്നുള്ളത് സംശയമാണ്. നമുക്ക് ഈ ചാനലിന്റെ മെയിൻ ആളായ ഫിറോസിയെ കുറിച്ച് ഒരു കാര്യം കൃത്യമായി അറിയാം. കാണുന്ന എല്ലാത്തിനെ പൊരിച്ചു വറക്കുന്ന വ്യക്തി. ബട്ട് നമ്മൾ ഇതുവരെ അറിയാതെ പോയൊരു മാസ്റ്റർ ബ്രെയിൻ വില്ലേജ് വുഡ് ചാനലിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ വില്ലേജ് വുഡ് ചാനലിന്റെ 100ലധികം വീഡിയോസ് സ്റ്റഡി ചെയ്തു. ഇതിനുശേഷം ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, ഫിറോസിക്ക ഈസ് എ മാസ്റ്റർ മൈൻഡ്. ഞാൻ ഓരോ വീഡിയോസ് കാണുമ്പോഴും എന്റെ മനസ്സിൽ ഒരേ ഒരു ചോദ്യം മാത്രം അവശേഷിച്ചു, എങ്ങനെയായിരിക്കും ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്ത് മണിക്കൂറുകളാവുന്നതിന് മുമ്പേ മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടുന്നതിന്റെ കാരണം? ഞാൻ കുറെ വിട്ട ഓരോ വീഡിയോസും കുത്തിയിരുന്ന് കണ്ടു. അടുത്ത വീഡിയോ അങ്ങനെ കുറെ വീഡിയോ കണ്ടു. ആൻഡ് ഫൈനലി വില്ലേജ് വുഡ് ചാനലിന്റെ സീക്രട്ട് ഫോർമുല കണ്ടെത്തി. ഇത് ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷേ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ ഈ വൈറൽ സീക്രട്ട് ഫോർമുല പറഞ്ഞു തരാം. പിന്നെ ഇതൊരു കോംപ്ലക്സ് സീക്രട്ട് ഫോർമുല ആയിരുന്നു, പക്ഷേ ഇത് ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ആർക്കും ഇത് ഉപയോഗിച്ചുകൊണ്ട് വൈറലാകാൻ പറ്റുന്ന 3 സ്റ്റെപ്പ് ഫോർമുലയാക്കി മാറ്റി. ഇനി നിങ്ങൾക്കും ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഒരു സക്സസ്ഫുൾ യൂട്യൂബർ ആവാം. തള്ളല്ലേ കുട്ടാ? തള്ളല്ല, ഇത് ഒരിക്കലും എളുപ്പമല്ല. പക്ഷെ നിങ്ങൾ ഇതിന് പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി സക്സീഡ്. സോ ഈ വീഡിയോയിലൂടെ നമ്മൾ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് കുക്കിംഗ് ചാനലായ വില്ലേജ് വുഡ് ചാനലിന്റെ സീക്രട്ട് ഫോർമുല റിവീൽ ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം ഭാവിയിലെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിനോ അതോ നിലവിലുള്ള നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് ഈ ഫോർമുല ഉപയോഗിക്കാം. ഈ സീക്രട്ട് ഫോർമുലയെ ഞാൻ 3 സ്റ്റെപ്പായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്പർ 1, നമ്പർ 2, നമ്പർ 3. ഈ 3 സ്റ്റെപ്പുകൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ വി ക്യാൻ ഗെറ്റ് ദ ഫോർമുല. നോക്കാത്ത സ്റ്റെപ്പ് 1 ഡീകോഡ് ചെയ്യാം. സ്റ്റെപ്പ് 1, ക്രേസി ഐഡിയ പ്ലസ് ഇമ്പോസിബിൾ ഗോൾ. ഇതിനെ നന്നായി മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് 6 വർഷം പിറകിലോട്ട് പോകേണ്ടി വരും. അന്ന് നമ്മൾ ഇന്ന് കാണുന്ന പോലത്തെ കുക്കിംഗ് എക്സ്പെർട്ട് ആയിരുന്നില്ല ഫിറോസിക്ക. ആദ്യം തന്റെ യൂട്യൂബ് കരിയർ തുടങ്ങിയപ്പോൾ പ്രത്യേകിച്ച് ഒരു യൂട്യൂബ് ടോപ്പിക് ഇല്ലായിരുന്നു. കാണുന്ന രസകരമായിട്ടുള്ള ക്രേസി ഐഡിയാസ് എല്ലാം ചെയ്യും. എക്സാമ്പിൾ, ബൈക്കിലെ ബാറ്ററി ഉപയോഗിച്ച് എങ്ങനെ ഫോൺ ചാർജ് ചെയ്യാം, എങ്ങനെ നാടൻ മുട്ടയും വ്യാജ മുട്ടയും തിരിച്ചറിയാം, എങ്ങനെ സിറിഞ്ചിലൂടെ വണ്ടിയിൽ കാറ്റടിക്കാം. ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് ചിരി വരുന്നുണ്ടെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം, ഈ ഐഡിയാസ് ആണ് ക്രേസി. ഒന്ന് നോക്കൂ, നമ്മൾ ഈ വീഡിയോയുടെ തംബ്നെയിൽ കാണുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ ഒന്ന് ക്ലിക്ക് ചെയ്യും. അതിന്റെ മെയിൻ കാരണം അദ്ദേഹത്തിന്റെ ക്രേസി ഐഡിയാസ് തന്നെയാണ്. ആ ക്രേസി ഐഡിയാസ് നമുക്ക് ഇന്നും വില്ലേജ് വുഡ് ചാനലിൽ കാണാൻ കഴിയും. എക്സാമ്പിൾ, ക്യാമലിനെ റോസ്റ്റ് ചെയ്യുന്ന വീഡിയോ, ക്രൊക്കഡൈലിനെ ഗ്രിൽ ചെയ്യുന്ന വീഡിയോ. ഇതൊക്കെ നമ്മൾ സ്വപ്നത്തിൽ പോലും ചെയ്യുന്നത് പോയിട്ട് തിന്നുന്നത് പോലും ചിന്തിച്ചു പോലും കാണില്ല. ഓരോ വീഡിയോസ് നമ്മൾ കാണുമ്പോൾ ഇതൊക്കെ പോസിബിൾ ആണോ എന്ന് നമ്മളൊന്ന് ചിന്തിപ്പിക്കും. നമ്മുടെ മനസ്സിൽ ഒരു സെൻസ് ഓഫ് ക്യൂരിയോസിറ്റി ഉണ്ടാകുന്നു. എക്സാമ്പിൾ, ക്രൊക്കഡൈലിനെ ഗ്രിൽ ചെയ്യുന്ന വീഡിയോ എടുക്കുക. അതിൽ നമ്മുടെ മനസ്സിൽ ആ തംബ്നെയിൽ കണ്ടപ്പോൾ തോന്നിയ ഒരു ചോദ്യമായിരിക്കും, മുതല പൊരിച്ച പോലീസ് വിളിക്കില്ലേ, ഇത് എവിടെ നിന്ന് കിട്ടി കാണും, ഇത് സത്യം തന്നെയാണോ, ഒറിജിനൽ മുതല തന്നെയാണോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ തോന്നും. ഇതെല്ലാം കണ്ട് നമ്മൾ ഈ വീഡിയോ ഉറപ്പായും ക്ലിക്ക് ചെയ്യും. ഈ സെയിം സ്ട്രാറ്റജി തന്നെയാണ് നമ്മുടെ യൂട്യൂബിലെ ബിഗ്ഗസ്റ്റ് ക്രിയേറ്ററായ മിസ്റ്റർ ബീസ്റ്റ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ, ഡിസ്ട്രോയിങ് എ ലംബോർഗിനി. നിങ്ങളിൽ പലരും ലംബോർഗിനി വാങ്ങിക്കുന്നത് പോയിട്ട് കണ്ടിട്ട് പോലും കാണില്ല. അവിടെയാണ് കോടികൾ വില വരുന്ന ഒരു കാറിനെ ഒറ്റയടിക്ക് നശിപ്പിക്കുന്നത്. ഇവിടെ നമുക്ക് ആ സെയിം ടൈപ്പ് ഓഫ് ക്രേസി ഐഡിയാസ് കാണാൻ കഴിയും. ആൻഡ് ഫൈനലി വി കംപ്ലീറ്റഡ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദി ഫോർമുല, ക്രേസി ഐഡിയ പ്ലസ് ഇമ്പോസിബിൾ ഗോൾ. ഈ 2 കൺസെപ്റ്റിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ നെക്സ്റ്റ് വീഡിയോയിൽ ഈ സെയിം സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് ഐഡിയാസ് കണ്ടെത്താം. എസ്പെഷ്യലി നിങ്ങളുടെ നീഷ് എന്റർടൈൻമെന്റ് ഏരിയ ആണെങ്കിൽ ഉറപ്പായും ഇത് ഉപയോഗിക്കാൻ മറക്കരുത്. ഈ സെയിം സ്ട്രാറ്റജി തന്നെയാണ് നെറ്റ് വ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനൽ, പവർ സെല്ലർ എന്ന യൂട്യൂബ് ചാനലും യൂസ് ചെയ്തിരിക്കുന്നത്. എക്സാമ്പിൾ, പവർ സെല്ലർ എന്ന യൂട്യൂബ് ചാനലിന്റെ ഒരു വീഡിയോ ഇതായിരുന്നു, ഒരു സേഫ്റ്റി പിന്നുകൊണ്ട് ഒരു വീഡിയോ വാങ്ങിക്കുക. ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഒന്നേ പറയാനുള്ളൂ, ഒരു പിന്നുകൊണ്ട് എങ്ങനെ ഒരു വീഡിയോ വാങ്ങിക്കാനാ? സോ ഈ വീഡിയോയും ആ ഫോർമുലയിൽ വരുന്നതാണ്. സോ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ മറക്കരുത്, ക്രേസി ഐഡിയ പ്ലസ് ഇമ്പോസിബിൾ ഗോൾ. ഇനി നമ്മുടെ സീക്രട്ട് ഫോർമുലയുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നതാണ് യൂണിവേഴ്സൽ അപ്പീലിംഗ് തംബ്നെയിൽസ് ആൻഡ് ടൈറ്റിൽസ്. യൂട്യൂബിന്റെ അൽഗോരിതം മെയിൻലി 2 കാര്യങ്ങളിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ക്ലിക്ക് ത്രൂ റേറ്റ് ആൻഡ് റിട്ടൻഷൻ. നമ്മൾ ഓരോ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബ് ആ വീഡിയോ കുറെ പേര് റെക്കമെൻഡ് ചെയ്യും. ദിസ് ഈസ് കോൾഡ് ഇംപ്രഷൻ. ഈ ഇംപ്രഷൻ കണ്ട് എത്ര പേര് വീഡിയോ ക്ലിക്ക് ചെയ്യുമോ അതിനെയാണ് ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നല്ലൊരു ടൈറ്റിലും തംബ്നെയിലും നമ്മുടെ വീഡിയോക്ക് വേണം. ഇവിടെയാണ് അടുത്ത മാസ്റ്റർ ബ്രെയിൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നോർമലി ഒരു തംബ്നെയിലിൽ നിറയെ ടെക്സ്റ്റ് കാണും, കുറെ ആൾക്കാരും കാണും, കുറെ ഐക്കൺസ് കാണും, ആകെപ്പാടെ കളർഫുൾ ആയിരിക്കും. ആ തംബ്നെയിലുകളും ഫിറോസിക്കയുടെ തംബ്നെയിലുകളും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഇവിടെ ഒരു സ്പെസിഫിക് ലാംഗ്വേജ് ഇല്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരേ ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് മാത്രം ഉപയോഗിച്ചുകൊണ്ട്
കൊണ്ട് ടൈറ്റിൽ എഴുതിയിരിക്കുന്നു. സോ വീഡിയോയുടെ തംബ്നെയിൽ കാണുന്ന വ്യക്തിക്ക് ഈ വീഡിയോ ഏത് റീജിയനുള്ളതോ അത് ഏത് ലാംഗ്വേജ് ആണെന്നോ ഒന്നും മനസ്സിലാവില്ല. സോ ഈ വീഡിയോ മലയാളികളല്ലാതെ വേറെ ഓഡിയൻസ് ക്ലിക്ക് ചെയ്യാൻ വളരെ സാധ്യത കൂടുതലാണ്. പിന്നെ സിംപ്ലിസിറ്റി ഈസ് അനദർ കീ ഫാക്ടർ ഇൻ യൂട്യൂബ്. ഈ തംബ്നെയിൽ ഒന്നും നോക്കുക, കുറെ ടെക്സ്റ്റുകളോ കുറെ ഫോട്ടോകളോ കൊണ്ടൊന്നും നിറച്ചിട്ടില്ല. സോ അടുത്ത് നിങ്ങളും ഒരു തംബ്നെയിൽ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പൂരപ്പുറമ്പാക്കാതെ സിമ്പിളായി ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ തംബ്നെയിൽസും ടൈറ്റിൽസും നോക്കിയാൽ വളരെ സിമ്പിൾ ആയിരിക്കണം, ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണം. സോ നിങ്ങൾ അടുത്ത വീഡിയോസിൽ തംബ്നെയിൽസും ടൈറ്റിൽസും സിമ്പിളായി തോന്നിപ്പിക്കുക. കുറെ കോംപ്ലക്സ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ എഴുതി നിറയ്ക്കാതെ വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്യുക. ഇനി നമ്മുടെ സീക്രട്ട് ഫോർമുലയുടെ അവസാന സ്റ്റെപ്പിൽ പോവുകയാണ്. സ്റ്റെപ്പ് 3, യൂണിവേഴ്സൽ അപ്പീലിംഗ് റിട്ടൻഷൻ. ഓരോ വീഡിയോയും വൈറലാവണോ ആവണ്ടേ എന്ന് തീരുമാനിക്കുന്നതിൽ ആ വീഡിയോയുടെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ വളരെ പ്രധാന പങ്ക് വഹിക്കും. സോ നിങ്ങളുടെ വീഡിയോയ്ക്ക് ആവറേജ് വ്യൂ ഡ്യൂറേഷൻ വളരെ കുറവാണെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങളുടെ വീഡിയോ ഒരിക്കലും വൈറലാവാൻ പോകുന്നില്ല. ഇവിടെയാണ് ഫിറോസിക്കയുടെ അടുത്ത മെയിൻ സ്ട്രാറ്റജി അപ്ലൈ ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം വില്ലേജ് ഫുഡ് ചാനൽ ഈസ് എ കുക്കിംഗ് ചാനൽ. പിന്നെ എന്തുകൊണ്ടായിരിക്കും കേരളത്തിലെ ബാക്കി എല്ലാ കുക്കിംഗ് ചാനലിനേക്കാൾ ഇവർക്ക് വ്യൂസ് കിട്ടാൻ കാരണം? യെസ്, ഇവിടെ ഒരു മാസ്റ്റർ സ്ട്രാറ്റജി ഉപയോഗിച്ചിരിക്കുന്നു. ആൻഡ് ദി സ്ട്രാറ്റജീസ് കുക്ക്ടൈൻമെന്റ്. യൂട്യൂബിലെ എവർഗ്രീൻ ടോപ്പിക്കാണ് എന്റർടൈൻമെന്റ്. നമുക്ക് എത്ര എന്റർടൈൻമെന്റ് വീഡിയോ ഉണ്ടായാലും മതി വരാറില്ല. ഇവിടെയാണ് കുറച്ചു പേർക്ക് മാത്രം ഇഷ്ടമുള്ള കുക്കിങ്ങിനെ എന്റർടൈൻമെന്റിലൂടെ മിക്സ് ചെയ്ത് കുക്ക്ടൈൻമെന്റ് ആക്കി മാറ്റി. എക്സാമ്പിൾ, നമ്മളൊരു ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി യൂട്യൂബിൽ ഹൗ ടു മേക്ക് എ ബക്കറ്റ് ചിക്കൻ എന്ന് സെർച്ച് ചെയ്തെന്ന് കരുതുക. അവിടെ 100 കോഴി ഒരുമിച്ച് വെച്ച് ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കുന്നു. അടുത്ത വീഡിയോയിൽ 1 കോഴി മാത്രം എടുത്ത് ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കുന്നു. പിന്നെ അവിടെ നമ്മൾ വേറെ ഒന്നും നോക്കില്ല, നേരെ ഫിറോസിക്കയുടെ വീഡിയോ ക്ലിക്ക് ചെയ്യും. കാരണം അവിടെ നമ്മളുടെ 2 കാര്യങ്ങൾ നടക്കുന്നു, കുക്കിംഗ് വിത്ത് എന്റർടൈൻമെന്റ്. ഈ സെയിം സ്ട്രാറ്റജി തന്നെയാണ് ഞാനും എന്റെ ഈ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എഡ്യൂക്കേറ്റ് യൂട്യൂബ് വിത്ത് എന്റർടൈൻമെന്റ്. എനിക്ക് വേണമെങ്കിൽ സിമ്പിളായി സ്കൂൾ ബോർഡിൽ പഠിപ്പിക്കുന്നത് പോലെ ഇങ്ങനെ പഠിപ്പിച്ചാൽ മതിയായിരുന്നു. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് വില്ലേജ് ഫുഡ് ചാനൽ എങ്ങനെ 8 മില്യൺ സബ്സ്ക്രൈബേഴ്സ് നേടിയെന്നതിനെ കുറിച്ചാണ്. ഈ ചാനൽ തുടങ്ങിയ ആന്റെ പേരാണ് ഫിറോസ് ചെട്ടിക്കാട്. 1990 ചെട്ടിക്കാട് ജനിച്ചു. ഇപ്പോൾ കാണുന്ന എല്ലാ ജീവികളെയും പിടിച്ച് ഭക്ഷിച്ച് ജീവിക്കുന്നു. ഇങ്ങനെ എനിക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ചെയ്യാമായിരുന്നു, പക്ഷേ അങ്ങനെ ഞാൻ ചെയ്താൽ നിങ്ങളിൽ പകുതി പേരും ഈ വീഡിയോ കാണില്ലെന്ന് എനിക്കറിയാം. സോ നിങ്ങൾ ഏത് യൂട്യൂബ് നീച്ചാലും കുഴപ്പമില്ല, അതിന് എന്റർടൈൻമെന്റ് രീതിയിൽ പ്രസന്റ് ചെയ്ത് നോക്കുക. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്, യു കംപ്ലീറ്റഡ് ദ 3 സ്റ്റെപ്പ് ഫോർമുല. പിന്നെ ആരും പോകരുത്, നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ബോണസ് ടിപ്പും കൂടെ വെച്ചിട്ടുണ്ട്. ആൻഡ് ദി ബോണസ് ടിപ്പ് ഈസ് യൂണിവേഴ്സൽ അപ്പീലിംഗ് വീഡിയോസ്. നിങ്ങൾ അവരുടെ ഓരോ വീഡിയോസ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കും അവർ വളരെ കുറച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. ഒന്നും കേൾക്കാതെ തന്നെ എല്ലാം മനസ്സിലാവുന്ന തരത്തിൽ വീഡിയോ പ്രസന്റ് ചെയ്തിരിക്കുന്നു. സോ ഈ വീഡിയോകൾ മലയാളികൾക്ക് മാത്രമല്ലാതെ ഏത് ഭാഷക്കാർക്കും കാണാൻ കഴിയും. പിന്നെ ഓരോ വീഡിയോസും നല്ല രീതിയിൽ വൈറലാവണമെങ്കിൽ ആ വീഡിയോയുടെ ആവറേജ് വ്യൂ ഡ്യൂറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. സോ നമുക്ക് ഇവിടെ അടുത്ത മാസ്റ്റർ ബ്രെയിൻ സ്ട്രാറ്റജി കാണാൻ സാധിക്കും. എക്സാമ്പിൾ, നിങ്ങൾ ക്യാമലിന് റോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒന്ന് നോക്കുക. അതിൽ നമ്മൾ ആദ്യമായിട്ടുള്ള ഒരു വ്യൂവർ ആണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഉറപ്പായി തോന്നിയ ഒരു ചോദ്യമായിരിക്കും എങ്ങനെ ഇവർ ഇതിനെ കഴിച്ചു തീർക്കുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വീഡിയോയുടെ അവസാനം വരെ കാണാനായിരിക്കും, അല്ലെങ്കിൽ അവസാനം അവർ കഴിക്കുന്നത് കാണാൻ നമ്മളിൽ പലരും ഇഷ്ടപ്പെടുന്നവരായിരിക്കും. പിന്നെ വില്ലേജ് ഫുഡ് ചാനലിനെ പോലെ സെയിം ചാനൽ തമിഴിലുണ്ട്, വില്ലേജ് കുക്കിംഗ് ചാനൽ. 2 വലിയ ചാനലുകളാണ്, ഒരുപോലത്തെ കണ്ടന്റ് ഐഡിയാസുമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വീഡിയോസ് കാണുമ്പോൾ ഇവരുടെ വീഡിയോസും, ഇവരുടെ വീഡിയോസ് കാണുമ്പോൾ അവരുടെ വീഡിയോസും യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും. സോ 2 പേർക്കും അതിലൂടെ ഗ്രോ ചെയ്യാൻ കഴിയും. പിന്നെ ഇവർ നമ്മളെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുന്നത് മാത്രമല്ലാതെ അവരുടെ ചാനലിലൂടെ കുറെ ആൾക്കാരെ സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ കൊണ്ടായിരിക്കും അവരുടെ ചാനൽ ഇത്രയും ഉയരത്തിലെത്താനും കാരണം. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് ഒരു വൈറൽ വീഡിയോ ചെയ്യാം. യൂട്യൂബിൽ ഗ്രോ ചെയ്യുന്നത് അത്ര സിമ്പിൾ അല്ല, പക്ഷേ ഇറ്റ് ഈസ് പോസിബിൾ. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ ചാനലിന് വർക്കാവുമെന്ന് തോന്നുന്ന ഐഡിയാസ് മാത്രം എടുത്ത് നിങ്ങളുടെ യൂണീക് സീക്രട്സും കൂടെ അതിൽ ചേർത്ത് ഒരു യൂണീക് റെസിപ്പി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്കും ഒരു വൈറൽ വീഡിയോ ഉണ്ടാക്കാം. പിന്നെ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചേർത്തുകൊണ്ടുള്ള ഒരു ഫിറോസ് മാസ്റ്റർ ബ്രെയിൻ സ്ട്രാറ്റജി PDF എന്റെ കയ്യിലുണ്ട്. അത് വേണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ സ്ട്രാറ്റജി എന്ന് കമന്റ് ചെയ്യുക. 100ൽ കൂടുതൽ കമന്റ് വന്നാൽ ഞാൻ അതിന് ഉറപ്പായി നിങ്ങൾക്ക് ഫ്രീ ആയി തരുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോക്ക് 5K ലേക്ക് വന്നാൽ നമ്മൾ M4Tech ചാനലിന്റെ ജീനിയസ് സ്ട്രാറ്റജി അടുത്ത വീഡിയോയിൽ റിവീൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതുപോലത്തെ യൂട്യൂബ് ഗ്രോയിങ് കണ്ടന്റ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.